നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൊതുജനാരോഗ്യ സമിതികൾ ഹോമിയോപ്പതി വിഭാഗത്തിന് അർഹമായ പ്രാതിനിധ്യം നൽകണം. ആവശ്യം ഇന്ത്യൻ ഹോമിയോപ്പതി മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ. കൊറ്റാളിയിൽ അമ്മയും മകളും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കം. മരണകാരണം വ്യക്തമല്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചു. നാൽപ്പത്തിരണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അംഗനവാടി അധ്യാപികയ്ക്ക് ഗംഭീര യാത്രയപ്പ് നൽകി. നാട്ടുകാർ യാത്രയപ്പ് നൽകിയത് കക്കാട് ICDSന് കീഴിലെ സെന്റർ നമ്പർ 24 അംഗനവാടിയിലെ ജയലക്ഷ്മി ടീച്ചർക്ക്. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ 19ാം സംസ്ഥാന സമ്മേളനം എസൻഷ്യ 24 കണ്ണൂരിൽ നടന്നു. റബ്കോ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം രജിസ്ട്രേഷൻ പുരാരേഖ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. IHMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ഷമീം അധ്യക്ഷത വഹിച്ചു. കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും സ്വീകാര്യത ഹോമിയോ മെഡിസിനിലൂടെയാണെന്നും ആ സമയത്ത് ഞാൻ പോലും ഹോമിയോ ചികിത്സയാണ് നടത്തിയതെന്നും കടന്നപ്പള്ളി പറഞ്ഞു. പലപ്പോഴും ഞാൻ ചോദിക്കുമ്പോൾ ചെറിയ ജോലിയിലായിട്ട് ഇങ്ങനെ നടക്കുന്നില്ലപ്പോൾ പിന്നെ വീണ്ടും എന്താണ് ചെറിയ ജോലി എന്ന് സ്നേഹമെന്ന പേര് ചോദിക്കുമ്പോഴാണ് ഹോമിയോ ഡോക്ടറാണ്. മറ്റേ ഡോക്ടർ പറയുന്നത് ഞാൻ ഡോക്ടറാണ്. പറയുന്നത് എന്താ കുഴപ്പം? ആ അപകർഷതാബോധം വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആർക്കും അത് ആവശ്യമില്ല, നിങ്ങൾക്ക് മാത്രമല്ല. ഒരാൾ എന്താണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് സത്യസന്ധമായി പറയണം. ഇതിനെ അപകർഷതാബോധം എല്ലാവർക്കും ഹോമിയോ ഡോക്ടറാൻ കഴിയും, എല്ലാവർക്കും ആയുർവേദ ഡോക്ടറാൻ കഴിയും, എല്ലാവർക്കും അലോപ്പതി ഡോക്ടറാൻ കഴിയില്ല. ദേശീയ പ്രസിഡന്റ് KM ഉവൈസ്, സെക്രട്ടറി ഡോക്ടർ ധീരജ് സാമുവൽ എന്നിവർ മുഖ്യ അതിഥിയായിരുന്നു. ഡോക്ടർ പരിമൾ ചാറ്റർജി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രഗത്ഭ ഹോമിയോപ്പതിക് ഡോക്ടർമാരായ ഡോക്ടർ പരിണാസ് ഹുമറൻവാല, ഡോക്ടർ നന്ദിനി ഭട്ട് എന്നിവർ ക്ലാസുകൾ അവതരിപ്പിച്ചു. ഡോക്ടർ ഹരീഷ് കൃഷ്ണ, ഡോക്ടർ അമുദ, ഡോക്ടർ റഷീദ് അബ്ദുള്ള, ഡോക്ടർ സുജൻ രാജ്, ഡോക്ടർ റൊണാൾഡ് എന്നിവർ സംസാരിച്ചു. കോൺഫറൻസ് ചെയർമാൻ ഡോക്ടർ സഞ്ജീവ് M ലാസർ സ്വാഗതവും കോൺഫറൻസ് ഡയറക്ടർ മുഹമ്മദ് സഫീർ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ IHMA വിവിധ അവാർഡുകൾ ഏർപ്പെടുത്തിയിരുന്നു. മീഡിയ അവാർഡ് കായികരംഗത്തെ മികവിനും ജില്ലാ സംസ്ഥാന ബെസ്റ്റ് ഡോക്ടർമാർക്കുള്ള അവാർഡുകളും വിതരണം ചെയ്തു. തുടർന്ന് വനിതാ ഡോക്ടർമാർ അവതരിപ്പിച്ച തിരുവാതിരയും ഫ്യൂഷൻ ഡാൻസും അരങ്ങേറി. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കലാലിയ കുറ്റ്യാട്ടൂർ പ്രതിമാസ പരിപാടിയും യുവകഥാകൃത്ത് രജത് കുറ്റ്യാട്ടൂരിന്റെ പ്രഥമ കഥാസമാഹാരമായ രജതരേഖകൾ പ്രകാശനവും കലാലിയ വിഷുക്കണി മത്സര സമ്മാനദാനവും കലാലിയ യൂട്യൂബ് ചാനൽ പ്രകാശനവും കുറ്റ്യാട്ടൂർ KAKNSUP സ്കൂളിൽ വെച്ച് നടന്നു. ചിത്രകാരനും എഴുത്തുകാരനും പ്രഭാഷകനുമായ സോമൻ കടലൂർ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും നിർവഹിച്ചു. നമ്മുടെ യൂട്യൂബർ ഗംഭീരമായി ഉജ്ജ്വലമായിരുന്നാണ് നമ്മളെല്ലാം ചേർത്ത് ഒറ്റ മനസ്സോടുകൂടി സൗന്ദര്യാത്മകമായ മനസ്സോടുകൂടി നമ്മൾ നിർത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഒഴിച്ചിട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് വാക്കിനേക്കാൾ നമ്മുടെ സംഭാഷണത്തിനേക്കാൾ ഈ ഇരിപ്പ് തന്നെ പ്രധാനമാണ്. ഇപ്പൊ നേരത്തെ രജത് സംസാരിച്ചു, ഞാൻ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്. അതിനിടയ്ക്ക് എനിക്ക് പറയാനൊരു കാര്യം എന്താ വെച്ചാൽ ഞാനിവിടെ വന്ന് കുറച്ചു നേരമായി വന്നിട്ടുണ്ട്. എല്ലാ ആളുകളെയും ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് എല്ലാ ആളുകളുടെ മുഖത്ത്, അത് വയസ്സായ ആളായിക്കോട്ടെ, ചെറിയ കുഞ്ഞുങ്ങളായിക്കോട്ടെ, യുവാക്കളായിക്കോട്ടെ, എല്ലാ ആളുകളുടെയും മുഖത്ത് എന്താ വെച്ചാൽ നല്ലൊരു യൗവനം തുടിച്ചു നിൽക്കുകയാണ്. തെളിച്ചും തീർച്ചയും മൂർച്ചയും സൗന്ദര്യവും ഉണർവും ഊർജ്ജസ്വലതയാണ് വരുന്ന ആളുകളൊക്കെ. എന്നാൽ ആരെങ്കിലും ഒരാൾ ക്ഷീണ മുഖത്തോടെയുള്ള ഒരാളെ കണ്ടേ ഇല്ല. അതൊരു പക്ഷേ ഞാൻ എൻ്റെ ദേശത്ത്, ഞാൻ കോഴിക്കോട് ജില്ലയിലെ പയ്യോളി എന്ന് പറഞ്ഞ തിക്കോടി എന്ന് പറഞ്ഞ ഒരു പ്രദേശത്ത് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് കുറ്റ്യാട്ടൂർ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളത്, അത് കുറ്റ്യാട്ടൂർ മാങ്ങയാണ്. KKNSUP സ്കൂൾ പ്രധാന അധ്യാപിക KK അനിത പുസ്തകം ഏറ്റുവാങ്ങി. കലാലയ പ്രസിഡന്റ് സജീവ് അരിയേരി അധ്യക്ഷത വഹിച്ചു. ചാനൽ അവതാരകനും സിനിമാ കോമഡി ആർട്ടിസ്റ്റുമായ നവീൻ പനങ്കാവ്, യുവ നോവലിസ്റ്റ് ഷിജു 10ാം മൈൽ, ആർട്ടിസ്റ്റും യൂട്യൂബറുമായ അനൂപ് ചന്ദ്രൻ, PTA പ്രസിഡന്റ് K മധു, രജത് കുറ്റ്യാട്ടൂർ, കലാലയ സെക്രട്ടറി A രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വിഷുക്കണി മത്സര വിജയികൾക്ക് മയിൽ എയ്സ് ബിൽഡേഴ്സ് ഉടമ ബാബു പണ്ണേരി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് കരോക്കെ ഗാനമേള, മോഡേൺ ഒപ്പന, സെമി ക്ലാസിക്കൽ ഡാൻസ്, കൈകൊട്ടിക്കളി തുടങ്ങി വിവിധ കലാപരിപാടികൾ നടന്നു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.
അമ്മയെയും മകളെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊറ്റാളിക്കാവിന് സമീപമാണ് സംഭവം നടന്നത്. സുനന്ദ വി ഷേണായി, മകൾ ദീപ വി ഷേണായി എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾക്ക് 3 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. തുടർച്ചയായി പത്രം കണ്ടതാണ്. ഇപ്പോൾ പത്രം ഇടാൻ വന്ന ആളാണ് ഈ സംഭവം ഇങ്ങനെ കാണുന്നത്. എന്തുകൊണ്ടാണ് 3 ദിവസത്തെ പത്രം കൊണ്ട് പുറത്ത്. അപ്പോൾ വാതിൽ ചെറുങ്ങനെ തുറന്നിട്ട് കാണുന്നുണ്ട്. ഇത് തൊട്ടടുത്ത് പറഞ്ഞു. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നിന്നും അതിൻ്റെ പരിസരത്തുനിന്നും ആളിങ്ങോട്ട് വന്ന് ഉള്ളിൽ കയറാത്തതെന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും അവർ വന്നിട്ട് കയറിയുമ്പോൾ ഒരു പ്രയാസമുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം തൊട്ടതാലിന്ന് അവർ വോട്ട് ചെയ്യാൻ വന്നിരുന്നു. പരേതനായ വിശ്വനാഥ ഷേണായിയുടെ ഭാര്യയും മകളുമാണ് മരിച്ചത്. മകൾ ദീപ അവിവാഹിതയാണ്. മംഗലാപുരം സ്വദേശികളാണ് ഇവരെന്നാണ് നാട്ടുകാർ പറയുന്നത്. 10 വർഷത്തോളമായി കണ്ണൂരിൽ കൊറ്റാളിയിലെ വീട്ടിലാണ് താമസം. 3 ദിവസം മുമ്പ് ഇവർ വോട്ട് ചെയ്യാനായി പോയിരുന്നതായി അയൽവാസികൾ പറഞ്ഞു. അതിനുശേഷം ഇവരെ പുറത്ത് കണ്ടിട്ടില്ല. 2 ദിവസമായി അടച്ചിട്ട നിലയിലായിരുന്നു. വീട്ടിൽ നിന്ന് രാവിലെ ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയതോടെയാണ് അയൽവാസികളിൽ ചിലർ വന്ന് നോക്കിയത്. ഈ സമയത്താണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിലെ ഫാനും ലൈറ്റുകളും ഓൺ ചെയ്ത നിലയിൽ ആയിരുന്നു. തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി തുടർ നടപടികൾ ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ചെറുപുഴയിൽ ടോറസ് ലോറി സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. വെസ്റ്റ് എളേരി നാട്ടക്കൽ സ്വദേശി കുമാരനാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7 മണിയോടെ ചെറുപുഴ സെൻട്രൽ ബസാർ ജംഗ്ഷനിലായിരുന്നു അപകടം. കുമാരൻ ചൂരൽ ഭാഗത്തേക്ക് ജോലിക്കായി പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഇടിച്ച ടോറസ് ചെറുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രാജഗിരി ഭാഗത്തു നിന്നും പെരുങ്ങോം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടോറസാണ് സ്കൂട്ടറിൽ ഇടിച്ചത്. സ്കൂട്ടർ യാത്രക്കാരൻ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടപടികൾക്കായി കൊണ്ടുപോയി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുജനാരോഗ്യ സമിതികൾ ഹോമിയോപ്പതി വിഭാഗത്തിന് അർഹമായ പ്രാതിനിധ്യം നൽകണം. ആവശ്യം ഇന്ത്യൻ ഹോമിയോപ്പതി മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ. കൊറ്റാളിയിൽ അമ്മയും മകളും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കം. മരണകാരണം വ്യക്തമല്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചു. 42 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അംഗനവാടി അധ്യാപികയ്ക്ക് ഗംഭീര യാത്രയപ്പ് നൽകി. നാട്ടുകാർ യാത്രയപ്പ് നൽകിയത് കക്കാട് ICDSന് കീഴിലെ സെന്റർ നമ്പർ 24 അംഗനവാടിയിലെ ജയലക്ഷ്മി ടീച്ചർക്ക്. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. റമദാൻ, വിഷു, ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ.
എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, മൈക്രോവേവ് ഓവൻ തുടങ്ങി ഗൃഹോപകരണങ്ങൾ സൗജന്യമായി. ഒപ്പം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. വർണ്ണവിസ്മയങ്ങളുമായി ഇമ്മാനുവൽ ഒരുക്കുന്നു സവിശേഷമായ റംസാൻ കളക്ഷൻസ്. പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം. കുടുംബസമേതം കിഡ്സ് കളക്ഷനിലെ ന്യൂ ട്രെൻഡുകളുമായി കിഡ്സ് വെയർ സെക്ഷൻ. വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ വൈവിധ്യങ്ങൾ. വരൂ, നേടൂ വൻ വിലക്കുറവിനൊപ്പം കൈ നിറയെ സമ്മാനങ്ങളും. ഇമ്മാനുവൽ സിൽക്സ്, ന്യൂ ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. മെഗാ മാൾ, കാഞ്ഞങ്ങാട്. റിയാദ് മാൾ, പയ്യന്നൂർ. മെയിൻ റോഡ്, ഇരട്ടി. എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. വാർത്തകൾ തുടരുന്നു. മാധ്യമങ്ങൾ വാർത്തകൾ വളച്ചൊടിച്ചു കൊടുക്കുന്നുവെന്ന് ഇ പി ജയരാജൻ. ജാവേദ്കറും നന്ദകുമാറും ഫ്ളാറ്റിലേക്ക് കയറി വന്നത് മുന്നറിയിപ്പില്ലാതെ താൻ അങ്ങോട്ട് പോയി ആരുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്നും ഇ പി പറഞ്ഞു. വാർത്തകൾ നൽകുമ്പോൾ സത്യമുണ്ടോ എന്ന് പരിശോധിച്ച് മാത്രം നൽകണമെന്നും ഇ പി കൂട്ടിച്ചേർത്തു. ഏത് ആളുകൾ ചിലപ്പോൾ വളരെ സത്യസന്ധമായിട്ടുള്ള പരാതിയായിരിക്കും കേൾക്കും. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിക്കുമ്പോൾ അതൊന്നും കേൾക്കണ്ടേ? ഇപ്പം ഞാൻ ഇന്നിപ്പോൾ നമ്മുടെ മാതൃഭൂമിയിൽ ഒരു വാർത്ത അവരിപ്പോൾ ഇത് ട്രോൾ അടിച്ചിട്ടുണ്ട്. വൈദികം അവിടെ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു. ആ റെയ്ഡ് നടന്നത് മാർച്ച് മാസം 1-ാം തീയതി. അതുകൊണ്ടാണ് 5-ാം തീയതി ജാവേദ്കറെ കണ്ടത്. അവിടെ ഇന്ന് വരെ ഒരു ഇൻകം ടാക്സ് റെയ്ഡും ഉണ്ടായിട്ട്. റെയ്ഡ് നടക്കുന്ന കാര്യം എന്താണെന്ന് അവിടെ ഇൻകം വേണ്ടേ? അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഷെയർ കമ്പനി നമ്മൾ നെറ്റിൽ നോക്കിയാൽ അതിൻ്റെ എല്ലാ വിവരവും. പക്ഷെ ഞാൻ എൻ്റെ ബുദ്ധിയും കഴിവും ശക്തിയും കൊണ്ട് ഇത്തരത്തിലുള്ളതിനെല്ലാം പ്രതിരോധിക്കാൻ ജാഗ്രതയോടുകൂടി പരമാവധി ശ്രമിക്കാറുണ്ട്. പിന്നെ നമ്മളൊക്കെ മനുഷ്യരല്ലേ, ഒരുപാട് ശരി ചെയ്യുമ്പോൾ കുറച്ച് തെറ്റൊക്കെ പറ്റിയേക്കാം. ആ തെറ്റ് മനസ്സിലാക്കിയാൽ അത് തിരുത്തി പോകുക എന്നുള്ളതാണ് മനുഷ്യർ ചെയ്യുന്ന കാര്യം. അതാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് എന്നെ ഇത് ഒരാൾ മാത്രമല്ല, ഞാനത് യാദൃച്ഛികമായിട്ട് അത് മുഖ്യമന്ത്രി പറഞ്ഞത് അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ. മുഖ്യമന്ത്രി എനിക്ക് നൽകിയിട്ടുള്ള ഉപദേശം ഞാൻ 2 കൈയും നീട്ടി സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് എന്ന് മാത്രമല്ല, അത് അദ്ദേഹം എന്നോട് മാത്രം ഈ സമൂഹത്തോട് നൽകിയിട്ടുള്ള മഹത്തായ സന്ദേശമാണത്. മാധ്യമക്കാരോടുകൂടെ സന്ദേശമാണത്. നിങ്ങളും ഇത്തരം കൂട്ടുകെട്ടുകളും സംഭവങ്ങളിലേക്കും നിങ്ങളും ആകർഷകരായി പോകരുത്. ഫ്ളാറ്റിലേക്ക് കയറി വന്നവരോട് 5 മിനിറ്റിൽ അധികം സംസാരിച്ചില്ല. ശോഭാ സുരേന്ദ്രനെ തൃശൂരിലോ ഡൽഹിയിലോ കണ്ടിട്ടില്ല. താൻ രാമനിലയത്തിൽ പോയിട്ടില്ല. പോയിട്ടുണ്ടെന്ന് വ്യക്തമാക്കാമെങ്കിൽ ആ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. താൻ ശോഭാ സുരേന്ദ്രനെ കണ്ടത് ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച സമയത്ത് വളരെ ദൂരെ നിന്ന് മാത്രം. എന്നിട്ടും ചില മാധ്യമങ്ങൾ CPM വിടാൻ പോവുകയാണ് എന്ന മട്ടിൽ വാർത്തകൾ നൽകി. BJPയിലേക്ക് പോകാൻ ചർച്ച നടത്തിയത് സുധാകരനാണ്, താനല്ല. ചെന്നൈയിൽ ചർച്ച നടത്തിയെന്ന് സുധാകരൻ തന്നെ സമ്മതിച്ചതുമാണ്. എന്നിട്ടും മാധ്യമങ്ങൾ തനിക്കെതിരെ വാർത്തകൾ നൽകുകയാണ്. പോളിംഗ് ദിവസം കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് കൂടുതൽ വ്യാഖ്യാനങ്ങൾ ഇല്ലാതിരിക്കാനാണ്. മുഖ്യമന്ത്രിയെ അടക്കം വലിച്ചിഴച്ചതിനാലാണ് അന്ന് കാര്യങ്ങൾ വിശദീകരിച്ചത് എന്നും ഇ പി ജയരാജൻ പറഞ്ഞു. ഞാൻ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയെന്ന് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുമായിരുന്നു. തനിക്കെതിരായ ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. എന്തെങ്കിലും വാർത്ത പറയുമ്പോൾ ഉടനെ ആ വാർത്ത പ്രസിദ്ധീകരിക്കൽ ആണോ മാധ്യമങ്ങൾ ചെയ്യേണ്ടതെന്ന് ഇ പി ജയരാജൻ ചോദിച്ചു. സത്യമുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? ഗൂഢാലോചന ഗൾഫിലാണ് നടന്നത് എന്ന് സുധാകരൻ പറഞ്ഞാൽ പരിശോധിക്കണ്ടേ? ഞാൻ ഗൾഫിൽ പോയിട്ട് വർഷങ്ങളായെന്നും ഇ പി. തന്നെ ചതിക്കാൻ ദല്ലാളിനോ മറ്റാർക്കോ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും മനുഷ്യരല്ലേ, തെറ്റുപറ്റും. അതൊക്കെ തിരുത്തി മുന്നോട്ട് പോകുമെന്നും ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പുഴാതി തെരു ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ സഹസ്ര കുംഭാഭിഷേകവും നിറമാല മഹോത്സവവും ഊട്ടുപുര സമർപ്പണവും ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കും. രാവിലെ 6 മണിക്ക് ക്ഷേത്രതന്ത്രി പന്നിയോട്ട് ഇല്ലത്ത് മാധവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമാവും. മുണ്ടയാട് കറുവൻ വൈദ്യർ പീടികയിൽ പൊതുജന വായനശാലയ്ക്ക് സമീപം കൂറ്റൻ മരം കടപുഴകി. വർഷങ്ങൾ പഴക്കമുള്ള അലസി മരമാണ് കടപുഴകിയത്. പ്രദേശത്ത് ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായി. ഈ സമയം ജനങ്ങളും വാഹനങ്ങളും കടന്നു പോകാത്തതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും ശ്രമഫലമായി മരം പൂർണ്ണമായും മുറിച്ചു നീക്കുകയും ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു.
KV സോക്കർ അക്കാദമിയുടെയും കണ്ണൂർ യുണൈറ്റഡ് FC-യുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 30-ന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന സന്തോഷ് ട്രോഫി താരങ്ങളായ K. അനിൽകുമാർ, N. അജിത്ത്, വിജയചന്ദ്രൻ എന്നിവരെ ആദരിച്ചു. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങ് മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. നമുക്കൊരു പ്രതീക്ഷ അനിൽകുമാറാണ്. അപ്പോൾ നമ്മൾ അവിടെ അദ്ദേഹം ഡിഫൻഡറായിട്ട് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഒരുപാട് കളികളും സൗഹൃദ മത്സരങ്ങളൊക്കെ നമ്മൾ ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമുക്ക് റിട്ടയർമെൻറ്റോട് കൂടി നമ്മുടെ സ്റ്റാഫ് എന്ന മത്സരത്തിൽ നമുക്ക് നഷ്ടപ്പെടുകയാണ്. എന്നിരുന്നാലും ഇവിടെ കോച്ചായും ഈ പരിസരത്ത് തന്നെ ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഈ പരിസരത്ത് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആ രീതിയിൽ നമ്മുടെ കോർപ്പറേഷൻ രംഗം, സ്പോർട്സ് രംഗത്ത് അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ രംഗത്ത് നമുക്കൊരു മുതൽക്കൂട്ടായി നമുക്കൊരു സഹായമായി ഇപ്പം ഉണ്ടാകണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. ഇന്റർനാഷണൽ ഫുട്ബോളർ PK ബാലചന്ദ്രൻ മുഖ്യാതിഥിയായി. CDFA പ്രസിഡന്റ് C. സയ്യിദ് ജേഴ്സി പ്രകാശനം നിർവഹിച്ചു. ടി. സുബൈർ അധ്യക്ഷനായി. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ, മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം അൽഫോൺസ് ദേവദാസ് തള, മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ KV ധനേഷ്, സൗരവ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കണ്ണൂർ കോർപ്പറേഷൻ ടീമും കെൽട്രോൺ ടീമും തമ്മിലുള്ള പ്രദർശന ഫുട്ബോൾ മത്സരം നടന്നു. പേരാവൂരിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. മണത്താണിയിലെ പുതിയ പുരയിൽ DJ അഭിഷേകാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി അഭിഷേക് സഞ്ചരിച്ച സ്കൂട്ടറും ട്രാവലറും കൂട്ടിയിടിച്ചാണ് അപകടം. കണ്ണൂർ കൊയിലി ആശുപത്രിയിൽ 2ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് അഭിഷേക്. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ജില്ലാ സമ്മേളനം കണ്ണൂരിൽ നടന്നു. ആയുർവേദത്തിനെതിരെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന കുപ്രചരണങ്ങൾക്കെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ നടന്ന സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കേരള സാഹിത്യ അക്കാദമി അംഗം EP രാജഗോപാലൻ മുഖ്യ അതിഥിയായിരുന്നു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ A. രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KC അജിത് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. ഡോക്ടർമാരായ മൻസൂർ അലി ഗുരുക്കൾ, ബിനോയ്, അനൂപ് ഭാസ്കർ, ദയ, ജിത്യ, P. രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഒരിടവേള കൂടി. പൊതുജനാരോഗ്യ സമിതികൾ ഹോമിയോപ്പതി വിഭാഗത്തിന് അർഹമായ പ്രാതിനിധ്യം നൽകണം. ആവശ്യം ഇന്ത്യൻ ഹോമിയോപ്പതി മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ. കൊറ്റാളിയിൽ അമ്മയും മകളും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കം. മരണകാരണം വ്യക്തമല്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചു. 42 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അംഗനവാടി അധ്യാപികയ്ക്ക് ഗംഭീര യാത്രയപ്പ് നൽകി. നാട്ടുകാർ യാത്രയപ്പ് നൽകിയത് കക്കാട് ICDS-ന് കീഴിലെ സെന്റർ നമ്പർ 24 അംഗനവാടിയിലെ ജയലക്ഷ്മി ടീച്ചർക്ക്. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITD-യിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITD-യുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
Orikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. റമദാൻ, വിഷു, ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, മൈക്രോവേവ് ഓവൻ തുടങ്ങി ഗൃഹോപകരണങ്ങൾ സൗജന്യമായി. ഒപ്പം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. വർണ്ണവിസ്മയങ്ങളുമായി ഇമ്മാനുവൽ ഒരുക്കുന്നു സവിശേഷമായ റംസാൻ കളക്ഷൻസ്. പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം. കുടുംബസമേതം കിഡ്സ് കളക്ഷനിലെ ന്യൂ ട്രെൻഡുകളുമായി കിഡ്സ് വെയർ സെക്ഷൻ. വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ വൈവിധ്യങ്ങൾ. വരൂ, നേടൂ വൻ വിലക്കുറവിനൊപ്പം കൈനിറയെ സമ്മാനങ്ങളും. ഇമ്മാനുവൽ സിൽക്സ്, ന്യൂ ബസ് സ്റ്റാൻഡ്, കണ്ണൂർ, മെഗാ മാൾ, കാഞ്ഞങ്ങാട്, റിയാദ് മാൾ, പയ്യന്നൂർ, മെയിൻ റോഡ്, ഇരട്ടി, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. വാർത്തകൾ തുടരുന്നു. സർവീസിൽ നിന്നും വിരമിക്കുന്ന അങ്കണവാടി ടീച്ചർക്ക് യാത്രയയപ്പ് നൽകി. കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് PK അൻവർ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ അർബൻ ICDSന് കീഴിലുള്ള സെന്റർ നമ്പർ 24 കക്കാട് അംഗനവാടിയിൽ നിന്നും വിരമിക്കുന്ന K ജയലക്ഷ്മി ടീച്ചർക്കാണ് പ്രദേശവാസികൾ യാത്രയയപ്പ് നൽകിയത്. നമ്മുടെ തൃശ്ശൂർ തിരുവനന്തപുരത്തെ പട്ടം ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ പഠിപ്പിച്ച ജോസ് ഡി സുജീവ് അറിയായിരിക്കും നിങ്ങൾക്കല്ല. ഇന്ത്യൻ പ്രസിഡന്റിന്റെ അവാർഡ് കിട്ടി. അതുപോലെ വലിയ വലിയ അറിയപ്പെടുന്ന ആളുകൾക്ക് വലിയ വലിയ അവാർഡുകൾ. മദർ തെരേസയ്ക്ക് നോബൽ പ്രൈസ് കിട്ടി. അവർ രോഗികളുടെ അശരണകളുടെ ഇടപെട്ടത്, അവരുടെ കണ്ണീരൊക്കെ. അതുപോലെ അല്ലെങ്കിലും അത്രയും വലിയ അവാർഡുകൾ, ഔദ്യോഗികമായ അവാർഡുകൾ അല്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള അവാർഡ് തീർച്ചയായും ഈ സൗത്ത് ബസാർ ഡിവിഷനിലുള്ള മുഴുവൻ വീടുകളിലെയും ആളുകളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ചിത്രം ആ ടീച്ചറെ മനസ്സിലിട്ട് ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റാത്ത ഓർമ്മകൾ. ഈ കുട്ടികളെല്ലാം വളർന്ന് വലിയവരാകുമ്പോൾ ടീച്ചർ ഓർക്കും. ടീച്ചറാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അടിത്തറ, വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലഭിച്ച പണം ഉപയോഗിച്ച് ഹൈടെക്കായി ഉയർത്തിയ അംഗനവാടിയാണ് കക്കാട് സെന്റർ നമ്പർ 24 അംഗനവാടി. ഇവിടെ 24 വർഷത്തെ സേവനം അനുഷ്ഠിച്ച ടീച്ചറാണ് K ജയലക്ഷ്മി. കുട്ടികൾക്ക് പ്രിയപ്പെട്ട ടീച്ചർ വിരമിക്കുന്നതിന് ഒരു ദിവസം മുൻപാണ് പ്രദേശവാസികൾ യാത്രയയപ്പ് നൽകിയത്. കൂടെ സ്നേഹോപഹാരവും കൈമാറി. അംഗനവാടി അധ്യാപിക എന്ന നിലയിൽ വിവിധ കേന്ദ്രങ്ങളിലായി 42 വർഷത്തെ സേവനമാണ് ജയലക്ഷ്മി ടീച്ചർ പൂർത്തിയാക്കുന്നത്. കക്കാട് സെൻട്രൽ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി CK മനോജ് അധ്യക്ഷത വഹിച്ചു. പുത്തൻപൊടിയിൽ ലീല ടീച്ചർ പൊന്നാട് അണി. പ്രസിഡന്റ് വിനോഭായി പ്രഭാകരൻ മംഗളപത്രം കൈമാറി. കാരായി ദിവാകരൻ, PM ബാബുരാജ്, മുൻ കൗൺസിലർ E ബീന, M സത്യൻ, P കൃഷ്ണൻ, ഗിരിജ, A ശ്രീജ, വസുമതി ദാമോദരൻ, പ്രീതി ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. ടീച്ചറെ 42 വർഷത്തെ ഔദ്യോഗിക ജീവിതം, 25 വർഷം ഇവിടെ, ഇപ്പോൾ നാളെ റിട്ടയർമെൻറ്റ്. ടീച്ചർക്ക് ഇത്രയും ചെറിയ കുട്ടികളെ പരിശീലിപ്പിച്ച് എടുത്ത് നാളത്തെ നമ്മുടെ സമൂഹത്തിന് നിലത്തൂണാവേണ്ട കുട്ടികളാണ് ഇന്ന് ടീച്ചർ പരിശീലിപ്പിക്കുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ ഈ നാട്ടിലുള്ള കക്കാടുള്ള സാധാരണ ഈ നാട്ടുകാരുടെ സ്നേഹതരത്തിന് ടീച്ചർക്ക് എന്ത് തോന്നുന്നു? വളരെ വളരെ സന്തോഷമുണ്ട്. അതിലേറെ നന്ദി അർപ്പിക്കുന്നു. ഇത്രയും ജനങ്ങൾ, ഈ കക്കാട് വാർഡിലുള്ള മുഴുവൻ ജനങ്ങളും എന്നോട് സഹകരിച്ചത്. ഞാൻ ഓരോരോ കാര്യത്തിന് ഇവരെ ഓരോ വീട്ടുപടിക്കലും പോയിട്ട് എല്ലാവരോടും പറഞ്ഞ് ചെയ്ത കാര്യങ്ങളാണ്. എല്ലാ ആനുകൂല്യങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് ഇവർക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ICDS മുഖാന്തരം കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും എല്ലാവർക്കും നേടിക്കൊടുത്തിട്ടുണ്ട്. ഓരോ പെൻഷനുകൾ ഏതൊക്കെ വിധത്തിലുള്ള പെൻഷനുകളാണ്, 5-6 വിധം പെൻഷൻ ഉണ്ട്. അതൊക്കെ എല്ലാവർക്കും നേടിക്കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നൽകിയ ഈ യാത്രയൊക്കെ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. അംഗൻവാടിയിലെ ടീച്ചർക്ക് ഉണ്ടായ അനുഭവങ്ങളൊക്കെ എല്ലാം വളരെയേറെ സന്തോഷം. എല്ലാ കുട്ടികളോടുള്ള ജീവിതം വളരെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിച്ചത്. എന്ത് വന്നാലും എനിക്ക് ഒരു ദൃശ്യമില്ല. വീടിനെ പറ്റി ഒരു ചിന്തയില്ലാതെ ഞാൻ അംഗൻവാടിക്ക് മാത്രമായിട്ട് ജീവിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. ടീച്ചർ നാളെ മുതൽ വിശ്രമ ജീവിതത്തിലേക്ക് നാളെ മുതൽ വിശ്രമ ജീവിതം അതെങ്ങനെയായിരിക്കും എന്ന് എനിക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുന്നില്ല. കുട്ടികളെ വിട്ടുപോകുന്നത് വളരെയേറെ വിഷമമുണ്ട്. എന്ത് ചെയ്യണമെന്ന് ഇനി അറിയുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയുന്നില്ല. സർ, ടീച്ചർ ഇപ്പോൾ നാളെ റിട്ടയർമെൻറ്റാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഈ നാട്ടുകാർക്ക് അതിൻ്റേതായ പ്രയാസങ്ങളുണ്ടാവും. കാരണം പ്രയാസം വേറൊന്നുമല്ല, ഒരു സങ്കടം ടീച്ചറെ വിട്ടു പോകുന്നെന്നുള്ളത്. എങ്ങനെ കാണുന്നതിന്? ടീച്ചർ വാസ്തവത്തിൽ നമ്മുടെ ഈ അംഗൻവാടി ടീച്ചർമാരുടെ കൂട്ടത്തിലുള്ള റോൾ മോഡലാണ്. ഞങ്ങളെ കക്കാട് അംഗൻവാടി മുമ്പ് തുടങ്ങിയത് ഒരു വീട്ടിലെ വരാന്തയിലായിരുന്നു. അന്ന് 2-3 കുട്ടികളെ മാത്രം വെച്ചുകൊണ്ട് തുടങ്ങിയതാണ്. അന്ന് ഞാൻ കൗൺസിലറായിരുന്നു. അത് ഒരു 10-20 വർഷം മുമ്പാണ്. അന്ന് ടീച്ചർക്ക് ഞാൻ ഒരു വാക്ക് കൊടുത്തു, നമുക്ക് ഒരു
അംഗൻവാടി കെട്ടിടം സ്വന്തമായിട്ട് തുടങ്ങണം. അങ്ങനെയാണ് ഈ കാണുന്ന കെട്ടിടം നമ്മൾ തുടങ്ങിയത്. അന്ന് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളെല്ലാം ഉണ്ടായിരുന്ന എല്ലാം ടീച്ചർ ഞങ്ങളുടെ കൂടെ നിന്നു. ഞങ്ങൾ നാട്ടുകാരെല്ലാവരും ഒന്നിച്ച് നിന്ന് ആ കെട്ടിടം, മനോഹരമായൊരു കെട്ടിടം അംഗൻവാടിക്ക് പണിതു. കോർപ്പറേഷൻ്റെ ഫണ്ടിൽ തന്നെയാണ്. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രിയുടെ ഫണ്ട് ഒരു 5 ലക്ഷം രൂപ ഉപയോഗിച്ച് അത് ഹൈടെക് ആക്കി. ഇന്ന് കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ ഏറ്റവും നല്ല അംഗൻവാടി ഏത് എന്ന് വെച്ചാൽ കക്കാട് അംഗൻവാടിയാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും. ആ രൂപത്തിൽ ആ അംഗൻവാടിയെ വളർത്തിയെടുക്കുന്നതിൽ ബഹുമാനപ്പെട്ട ടീച്ചർ ജയലക്ഷ്മി ടീച്ചർ വലിയൊരു പങ്കാണ് വഹിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ അവർ കുട്ടികളെ കൂടെ ഇരുന്ന് അവരുടെ മനസ്സറിഞ്ഞ് അവരെ ചെറിയ കുരുന്ന് പ്രായത്തിൽ തന്നെ അവരെ വലിയൊരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അടിത്തറവാകാൻ ടീച്ചർക്ക് സാധിച്ചു. അത് ഏറ്റവും നല്ല അധ്യാപന രീതി ഒരു കലയായി കൊണ്ടു നടന്ന ഒരു മഹൽ വ്യക്തിയാണ് നമ്മുടെ ബഹുമാന്യനായ ജയലക്ഷ്മി ടീച്ചർ. അവരെ ഒരു കാലത്തും ഈ പ്രദേശത്തുള്ള ആളുകൾ മറക്കുകയില്ല. ആ രൂപത്തിൽ അവർ വലിയ ഉയരങ്ങളിലേക്ക് ജനങ്ങളെ മനസ്സിലെത്തിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവരുടെ യാത്രയപ്പ് ഒരു ഉത്സവം പോലെയാക്കിയിട്ടാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ ഈ കാണുന്നത് മുഴുവൻ ഈ നാട്ടിലെ മുഴുവൻ ഓരോ വീട്ടിലെയും ആളുകളാണ്. അവരൊരു ഉത്സവം പോലെയാണ് ഇത് ആഘോഷിക്കുന്നത്. അതുതന്നെയാണ് അവരുടെ വിജയവും. ദിനേശ് അഴീക്കോടിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ. അകാലത്തിൽ പൊലിഞ്ഞ കഥാകൃത്ത് അഷ്റഫ് ആഡൂരിന്റെ സ്മരണക്കായി അഷ്റഫ് ആഡൂർ സൗഹൃദ കൂട്ടായ്മ യുവ എഴുത്തുകാരുടെ പ്രസിദ്ധീകരിക്കാത്ത കഥകൾക്ക് ഏർപ്പെടുത്തിയ 5ാമത് കഥാപുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ശ്യാം കൃഷ്ണന്റെ തങ്കപുഷ്പം, ജിൻഷാ ഗംഗയുടെ മട എന്നീ കഥകൾക്കാണ് പുരസ്കാരം. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം സമ്മാനിക്കുമെന്ന് സൗഹൃദ കൂട്ടായ്മ ചെയർമാൻ PS വിനോദ്, കൺവീനർ ഇയ വളപട്ടണം എന്നിവർ അറിയിച്ചു. EP രാജഗോപാലൻ, VKK രമേശ്, ഖദീജ മുംതാസ് എന്നിവർ അടങ്ങുന്ന ജൂറിയാണ് അവാർഡിനർഹമായ കഥകൾ തെരഞ്ഞെടുത്തത്. 250 കഥകളാണ് പരിഗണനയ്ക്ക് വന്നത്. കോഴിക്കോട് ഉള്ളിയേരി മലബാർ മെഡിക്കൽ കോളേജ് ബയോകെമിസ്ട്രി അസിസ്റ്റന്റ് പ്രൊഫസറായ R. ശ്യാംകൃഷ്ണൻ മുമ്പ് മാതൃഭൂമി വിഷുപതിപ്പ് പുരസ്കാരം, മാധ്യമം സുവർണ ജൂബിലി പുരസ്കാരം, ഹൈദരാബാദ് പുരസ്കാരം, CV ശ്രീരാമൻ പുരസ്കാരം, KV അനൂപ് കഥ പുരസ്കാരം എന്നിവ നേടിയിട്ടുണ്ട്. കണ്ണൂർ തളിപ്പറമ്പ് മഴൂർ സ്വദേശിനിയായ ജിൻഷാ ഗംഗ തളിപ്പറമ്പ് ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപികയാണ്. ആനുകാലികങ്ങളിൽ നിരവധി കഥകൾ എഴുതിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. 2019 കോവിഡ് മഹാമാരി കാലത്ത് ചിത്രകലാധ്യാപകനായ M. ദാമോദരൻ വരച്ച 3000-ൽ അധികം ചിത്രങ്ങളുടെ പ്രദർശനം കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്നു. ഒരു ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ചിത്ര പ്രദർശനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മഹാരാഷ്ട്ര ആസ്ഥാനമായുള്ള ടാലന്റ് റെക്കോർഡ് ബുക്കിന്റെ ദേശീയ റെക്കോർഡ് കരസ്ഥമാക്കുന്നതിന് വേണ്ടിയാണ് ഏകദിന പ്രദർശനം സംഘടിപ്പിച്ചത്. 2019 കോവിഡ് സമയത്ത് ചിത്രകലാ അധ്യാപകനായ M. ദാമോദരൻ ആഗോളതലത്തിൽ കുട്ടികൾക്കായി ഓൺലൈനിൽ പെൻസിൽ ഡ്രോയിങ്, ഓയിൽ പോസ്റ്റൽ, ക്രയോൺസ്, വാട്ടർ കളർ പെയിന്റിംഗ് തുടങ്ങിയവയിൽ നിരവധി ക്ലാസുകൾ സംഘടിപ്പിച്ചിരുന്നു. അതിനായി വരച്ച ചിത്രങ്ങളുടെ പ്രദർശനമാണ് നടന്നത്. ഇന്നിവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കൊറോണ കാലത്ത് വിദ്യാർത്ഥി സമൂഹത്തിന്, കുട്ടികൾക്ക് അവരുടെ മാനസികമായിട്ടുള്ള വിഷമതകളിൽ നിന്ന് മോചനം നൽകുന്നതിനു വേണ്ടി 142 കോടി ജനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ഒരേ ഒരു വ്യക്തിയാണ് ഇങ്ങനെ ഒരു ഉദ്യമം നടത്തിയത്. ആ ഉദ്യമത്തിനാണ് മഹാരാഷ്ട്ര ആസ്ഥാനമായുള്ള ടാലന്റ് റെക്കോർഡ് ബുക്കിന്റെ മോസ്റ്റ് നമ്പർ ഓഫ് ഡ്രോയിങ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് COVID-19 പാൻഡമിക് എന്ന കാറ്റഗറിയിൽ നാഷണൽ റെക്കോർഡ് അറ്റംപ്റ്റ് ഇവിടെ നടന്നിരിക്കുന്നത് ഞാൻ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ബൗദ്ധികമായി കഴിവുകൾ, ദർശനപരമായിട്ടുള്ള പ്രബോധനം, ഇങ്ങനെ ഒരു രൂപകൽപ്പനയിലൂടെ നമുക്ക് കാണാൻ അവസരം ഉണ്ടാക്കുന്ന അദ്ദേഹത്തിനും അതിന്റെ കഥകൾ കുറിച്ച് പഞ്ചാബ ശക്തി ചൈതന്യങ്ങളും കോവിഡ് മഹാമാരിയുടെ ദുരന്തങ്ങളും ആഘാത പ്രത്യാഘാതങ്ങളും ലോകത്തെ കീഴടക്കാൻ ആഗ്രഹിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അസ്ഥാനത്ത് തന്നെയാണ് കൂടുതലാണ്. സാമ്പത്തിക പരാജയം കൊണ്ട് തന്നെ സാങ്കേതിക ഭൗതിക സൗകര്യമില്ലാത്തതുകൊണ്ട്. പക്ഷേ കോവിഡ് മഹാമാരിയുടെ മാരകമായ രാക്ഷസീയമായ
റെക്കോർഡ് സർട്ടിഫിക്കറ്റ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എം ദാമോദരനെ സമ്മാനിച്ചു. കേണൽ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഗിന്നസ് ബുക്ക് ജേതാവ് സത്താർ അദൂർ, ടാലന്റ് ഒഫീഷ്യൽസായ രക്ഷിത ജെയിൻ രാജസ്ഥാൻ, ഡോക്ടർ വിന്നർ ഷെരീഫ് എന്നിവർ നിരീക്ഷകരായി പങ്കെടുത്തു. വർഗീസ് കളത്തിൽ, പ്രകാശ് ടി ഭരതൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഓൾ കേരള സോമിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് ഓണേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കുടുംബസംഗമം കാട്ടാമ്പള്ളി കൈരളി ഹെറിറ്റേജ് റിസോർട്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 2 രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 വരെ നടക്കുന്ന കുടുംബസംഗമം സംസ്ഥാന പ്രസിഡന്റ് KCN അഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വളരെ പരിതാപകരമായ അവസ്ഥയിലേക്കാണ് ഈ മേഖല നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മരവ്യവസായികളും സോമിൽ ഓണർമാരുമൊക്കെ വർക്ക് വളരെ കുറവാണ്. ആഴ്ചക്ക് 2-3 ദിവസങ്ങളിലൊക്കെ പണിയെടുക്കുന്ന മേഖലയായി മാറിയിരിക്കുകയാണിത്. അപ്പോൾ അവർ കുടുംബങ്ങളെല്ലാം ഒത്തുകൂടി അവരൊരു മാനസികമായി ഒരു ഉത്തേജനം നൽകുക, ഒരു മോട്ടിവേഷൻ നൽകുക എന്ന ഉദ്ദേശത്തിലാണ് നമ്മളൊരു കുടുംബസംഗമം എന്ന് പറയുന്നത്. അതിൽ കാര്യമായി കുടുംബാംഗങ്ങളുടെ കലാവിരുന്ന്, കായിക വിരുന്ന് അതൊക്കെ തന്നെ ഉദ്ദേശിക്കുന്നത്. അതിൽ KV സുരേഷ് ബാബുവിൻ്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഉണ്ട്. സംസ്ഥാന ജില്ലാ നേതാക്കന്മാരൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മേഖല സംബന്ധിച്ചോട് പറയുകയാണെങ്കിൽ ഈ മേഖല ഇന്ന് വളരെ പൂർണ്ണമായിട്ടും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയായി മാറിയിരിക്കുകയാണ്. 2002 ഒരു സുപ്രീം കോടതി വിധിയുണ്ട്. ആ വിധിപ്രകാരം പുതിയ മില്ല് ഇനി ഇന്ത്യയിൽ വേണ്ട. കാരണം ഇപ്പോൾ നിലവിലുള്ള മില്ലിനെ ഫോറസ്റ്റിനെ അപേക്ഷിച്ച് മില്ലുകളുടെ അമിതമായ വർധനവ് അതൊക്കെ അതിന് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മേഖലയിൽ, ഇന്നത്തെ ഈ കാലാവസ്ഥയിൽ ഇനി അധികം മില്ല് വന്നാൽ ഉള്ള മില്ലുകളൊക്കെ ഇല്ലാതാവും. അതോടൊപ്പം 2002 നിയമപ്രകാരം സുപ്രീം കോടതി വിധി പ്രകാരം ഇപ്പോൾ നിലവിലുള്ള മില്ലുകൾക്ക് ഇനി ഒരു HP വർദ്ധിപ്പിച്ച് പവർ വർദ്ധിപ്പിച്ച് കൊടുക്കണ്ട എന്ന തീരുമാനവും. ആ കാലഘട്ടത്തിൽ 2002 കൂടിയിട്ട് പുതിയ വിപ്ലവകരമായ സാങ്കേതിക രംഗത്ത് ലോകത്തും രാജ്യത്തൊക്കെ മാറ്റങ്ങൾ വരുമ്പോൾ ഇനി ഒരു HP വർദ്ധിപ്പിക്കാതെയും പവർ വർദ്ധിപ്പിക്കാതെയും ഈ മേഖല പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നൊരവസ്ഥയിലായിരുന്നു ഉണ്ടായത്. ആ സമയത്ത് മില്ലുകളൊക്കെ പൂർണ്ണമായും ഇനി എന്ത് ചെയ്യണമെന്ന് എല്ലാവരും ബുദ്ധിമുട്ടുന്ന സമയത്ത് മില്ല് ആ സമയത്ത് 2000 തുടക്കകാലത്തിൽ പൂർണ്ണമായും നിർജ്ജീവമായി. അന്നൊരു സംഘടനയും ഈ മേഖലയിലില്ലായിരുന്നു. എന്ത് ചെയ്യണം? ഒരുപാട് ലൈസൻസുകൾ ഈ മേഖലയിലുണ്ട്. ഫോറസ്റ്റ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ലേബർ, പൊല്യൂഷൻ, ഫാക്ടറി, ഇങ്ങനെയുള്ള ഒരുപാട് നിയമം കൊടുക്കുവാനും ഈ മാറി വന്ന ഗവൺമെൻറ്റുകൾ ഈ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. മരവ്യവസായത്തെ വേണ്ട എന്ന രീതിയിലാണ് കണ്ടത്. CK അബ്ദുൾ ജബ്ബാർ, സംസ്ഥാന ട്രഷറർ പുരുഷോത്തമൻ B പട്ടേൽ തുടങ്ങിയവർ പങ്കെടുക്കും. സോമിൽ കുടുംബാംഗങ്ങളുടെ കലാവിരുന്ന്, ജില്ലാ പഞ്ചായത്ത് അംഗം VK സുരേഷ് ബാബുവിന്റെ മോട്ടിവേഷൻ ക്ലാസ്, കായിക മത്സരങ്ങൾ, നവീൻ പനങ്കാവിന്റെ സ്റ്റേജ് ഷോ എന്നിവ നടക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് CK അബ്ദുൾ ജബ്ബാർ, ഭാരവാഹികളായ K മുനീർ, ഇസ്മയിൽ കീഴ്ത്തടത്ത്, TM കുര്യാക്കോസ്, MP കുഞ്ഞഹമ്മദ് ഹാജി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. എടക്കണമ്പേത്ത് തറവാട് വാർഷിക കുടുംബസംഗമം പുറവൂർ എടക്കണമ്പേത്ത് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. കണ്ണൂർ സർവകലാശാല മുൻ രജിസ്ട്രാറും ക്ഷേത്രകലാ അക്കാദമി മുൻ ചെയർമാനുമായ ഡോക്ടർ KH സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ഈ ചൂടൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ അനുഭവിച്ച് കൊണ്ടിരിക്കുന്ന ചൂടായിരുന്നു. ഇനിയിപ്പോൾ 2-3 ദിവസം തോരാതെ മഴ പെയ്താൽ ഈ മഴ പെയ്ത് കാറ്റുകൊണ്ടും മഴ കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടങ്ങാൻ പറ്റാത്തൊരു അന്തരീക്ഷമാണെന്ന് നമ്മൾ തന്നെ പറയും. 1000 വേനലിന് അരക്കോട എന്നാണ് പറയുക. ഇത്രയും കഠിനമായ 1000 ദിവസത്തെ വേനലിന് അര ദിവസം അതിശക്തമായ മഴ പെയ്താൽ മതി. ഇതൊക്കെ പ്രകൃതിയുടെ വികൃതിയാണ്. ആ പ്രകൃതിയുടെ വികൃതിയെക്കുറിച്ച് നമ്മൾ എപ്പോഴും ഓർമ്മിക്കുന്നവരായിരിക്കണം എന്നൊരു ഓർമ്മ ഉണർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പൗരാണികന്മാരായ മുതുമുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ ചേർന്ന് ഓരോ പ്രദേശത്തും ക്ഷേത്രം എന്നൊരു സങ്കല്പത്തിന് രൂപം കൊടുത്തിരിക്കുന്നത്. എന്താണ് ക്ഷേത്രം? അല്ലെങ്കിൽ കാവ് ഒക്കെ ഒന്ന് തന്നെയാണ്. കുറച്ചുകൂടി പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന പ്രദേശമാണ്. ആഡംബരം കുറെ കുറഞ്ഞ കെട്ടിടമാണെങ്കിൽ അത് കാവ് എന്നും കുറച്ച് പ്രൗഢിയോടുകൂടി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് വിക്രമരാജൻ അധ്യക്ഷത വഹിച്ചു. ഉപദേശക സമിതി കൺവീനർ E പുരുഷോത്തമൻ സ്വാഗതം പറഞ്ഞു. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി E നാരായണൻ റിപ്പോർട്ട് അവതരണം നടത്തി. ചടങ്ങിൽ മാധ്യമപ്രവർത്തകരെ ആദരിച്ചു. PM ഗണേഷ് കുമാർ, PV രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇമ്മാനുവൽ സിൽക്സിന്റെ കണ്ണൂർ ഷോറൂമിൽ മെഗാ വെഡ്ഡിംഗ് ഫെസ്റ്റിവലിന് തുടക്കമായി. മിസ് കേരള ഗോൾഡ് മെഡലിസ്റ്റും മിസ് കേരള സിൽവർ മെഡൽ ജേതാവുമായ സ്നേഹ സജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ വെഡ്ഡിംഗ് പർച്ചേസിനും നറുക്കെടുപ്പോ മറ്റുപാധികളോ ഇല്ലാതെ ഉടനടി സമ്മാനം എന്നതാണ് ഫെസ്റ്റിന്റെ പ്രത്യേകത.
വ്യത്യസ്തമായ ഓഫറോടുകൂടിയാണ് മെഗാ വെഡ്ഡിംഗ് ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ വെഡ്ഡിംഗ് പർച്ചേസിനും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ഉടനടി ഉപഭോക്താക്കൾക്ക് നൽകുന്നു. നറുക്കെടുപ്പും മറ്റു ഉപാധികളും ഒന്നുമില്ലാതെ തന്നെ സമ്മാനം പർച്ചേസിനൊപ്പം നൽകുന്നു എന്നതാണ് പ്രത്യേകത. ഇവിടെ മെഗാ വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ ഈ പന്തലിലേക്ക് ഉദ്ഘാടനം ചെയ്യുവാൻ നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് ബോർഡ് എമിൽസ് മിസ് കേരള സിൽവർ ജേതാവുമായ മിസ് കണ്ണൂർ ഗോൾഡ് മെഡലിസ്റ്റുമായ സ്നേഹ സജീവനാണ്. സ്നേഹ സജീവനെ ഇമ്മാനുവൽ കുടുംബത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. സ്നേഹ സജീവന് ഇമ്മാനുവൽ സിൽക്സിന്റെ പേരിൽ 1000 അഭിനന്ദനം ആദ്യം അറിയിക്കുന്നു. നമ്മുടെ മെഗാ വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കസ്റ്റമേഴ്സിനും പർച്ചേസ് ചെയ്യുന്ന 50,000 മോഡൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ കസ്റ്റമേഴ്സിനും ഉപാധികളോ നറുക്കെടുപ്പോ ഇല്ലാതെ TV, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ എന്നിവ സമ്മാനമായി നൽകുന്നു. ഇപ്പോൾ ഒന്നുമില്ല, പർച്ചേസ് കഴിഞ്ഞ് പോകുമ്പോൾ ഈ സാധനം കസ്റ്റമേഴ്സിനെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുത്ത് കൊണ്ടുപോകാവുന്നതാണ്. നമ്മുടെ ഇന്നത്തെ കർമ്മം നിർവഹിക്കുവാൻ നമ്മുടെ സ്നേഹ സജീവനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ വർഷത്തെ മെഗാ വെഡ്ഡിംഗ് സെയിൽസിന് നല്ലൊരു തുടക്കം കുറിക്കട്ടെ. അതുപോലെ തന്നെ ഈ സുവർണാവസരം എല്ലാവരും വിനിയോഗിക്കട്ടെ എന്ന ഭാഷയിൽ ആശംസിക്കുന്നു. ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന ഇമ്മാനുവൽ സിൽക്സിന് 1000 ആശംസ. 50,000 രൂപയ്ക്ക് മുകളിൽ വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യുന്നവർക്ക് LED TV, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് എന്നിവ സമ്മാനമായി ഉടനടി നൽകും. ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, വെഡ്ഡിംഗ് ലാച്ചകൾ, വെഡ്ഡിംഗ് സ്യൂട്ട്, ഷർവാണി, വെഡ്ഡിംഗ് ധോത്തി തുടങ്ങി ഒരു വിവാഹത്തിന് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഏവരുടെയും ബഡ്ജറ്റിന് ഇണങ്ങിയ വിലയിലും ഡിസൈനിലും, കൂടാതെ ബ്രാൻഡഡ് വസ്ത്രങ്ങളും ജെൻസ് വെയറുകളും ലേഡീസ് വെയറുകളും കിഡ്സ് വെയർ തുടങ്ങി എല്ലാവിധ സെക്ഷനിലും ഏറ്റവും പുതിയ ട്രെൻഡ് ഫാഷൻ വസ്ത്രങ്ങളും അതിവിപുലമായ ശേഖരം ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഒരു പുത്തൻ അനുഭവം തന്നെയാണ് ഇവിടെ എത്തുന്ന ഓരോ ഉപഭോക്താവിനും ലഭിക്കുന്നത്. എല്ലാ വിവാഹ പർച്ചേസ് ചെയ്യുന്നവരും ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ഇമ്മാനുവൽ സിൽക്സ് മാനേജ്മെന്റ് പറഞ്ഞു. ചടങ്ങിൽ ഷോറൂം മാനേജർ മുഹമ്മദ് ഫാറൂഖ് ബിബി, മാർക്കറ്റിംഗ് മാനേജർ മനോജ് നമ്പ്യാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6,615 രൂപ, പവന് 52,920 രൂപ, വെള്ളി 90 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊതുജനാരോഗ്യ സമിതികൾ ഹോമിയോപ്പതി വിഭാഗത്തിന് അർഹമായ പ്രാതിനിധ്യം നൽകണം. ആവശ്യം ഇന്ത്യൻ ഹോമിയോപ്പതി മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ. കൊറ്റാളിയിൽ അമ്മയും മകളും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കം. മരണകാരണം വ്യക്തമല്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചു. 42 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അംഗനവാടി അധ്യാപികയ്ക്ക് ഗംഭീര യാത്രയപ്പ് നൽകി. നാട്ടുകാർ യാത്രയപ്പ് നൽകിയത് കക്കാട് ICDSന് കീഴിലെ സെന്റർ നമ്പർ 24 അംഗനവാടിയിലെ ജയലക്ഷ്മി ടീച്ചർക്ക്. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.